ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു വെണ്ടക്ക കറി ഉണ്ടാക്കിയാലോ? തേങ്ങ അരയ്ക്കാതെ ഉള്ള വെണ്ടക്ക കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉച്ചയ്ക്ക് ലഞ്ചിനും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെണ്ടക്ക കറി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വെണ്ടക്ക കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 6-7 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക, സാധാരണ വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നെ ഒരു 1/4 കപ്പ് വരെ തൈര് എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള തൈരിന് പുളി ഉള്ളതാണെങ്കിൽ 1/2 കപ്പ് മതി, പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ 1/4 കപ്പ് വരെ എടുക്കാം. ഞാനിപ്പോൾ നല്ല കട്ട തൈര് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വെണ്ടയ്ക്കയും തക്കാളിയും സവോളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഈ ഒരു വലിപ്പത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടില്ല, ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വഴറ്റാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാതിരുന്നത്. പിന്നെ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. തക്കാളി വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി അരയ്ക്കാനുള്ളതാണ്. നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. ആദ്യം ഞാനിപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഉടഞ്ഞു പോവാത്ത രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞും പോകരുത്, പക്ഷേ വെണ്ടയ്ക്കയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടുകയും ചെയ്യണം. വെണ്ടയ്ക്കയിൽ ചെറിയ ചെറിയ പാടുകൾ വരില്ലേ, ആ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കുക്കായി വെണ്ടയ്ക്കയുടെ മുകളിൽ ചെറിയ ബബിൾസൊക്കെ വന്നു തുടങ്ങി. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവോളയുടെ പകുതി ഇത്രയും ചേർത്ത് ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാതെ അങ്ങോട്ട് ട്രാൻസ്പെറൻ്റായി പോകണ്ട, ചെറുതായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി. ഇതിലേക്ക് ഇപ്പോൾ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, മസാലകളൊന്നും ചേർക്കുന്നില്ല. ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത്രയും സമയം മതി. എന്ന് വെച്ചാൽ നമ്മൾ വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. വീണ്ടും നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് അടുത്ത കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി കഴിയാറാവുമ്പോൾ കാൽ ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം ക്യുമിൻ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ ജീരകപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന സവോള ചേർക്കാം. ഈ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തക്കാളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരച്ചെടുക്കുന്നതിൻ്റെ തിരക്കിൽ ഇതൊന്ന് ഓഫ് ചെയ്തു കേട്ടോ. ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പൊടികൾ കുക്കാവാൻ ആവശ്യമായ എണ്ണ ഇല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കണം. കുറച്ച് എണ്ണ കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. പൊടികൾ ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ
തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും വഴറ്റിയത്. തക്കാളി വഴറ്റിയിട്ടില്ല, തക്കാളി വെറുതെ അരച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ, തക്കാളിയുടെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും വഴറ്റിയത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് കുക്കായി വരണം. കുക്കായി വരുമ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പില. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ തക്കാളിയുടെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. വെണ്ടയ്ക്കയിലേക്ക് മസാല നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. വെണ്ടയ്ക്ക ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കാഷ്യൂ പേസ്റ്റ് ചേർക്കുമ്പോൾ നന്നായിട്ട് തിക്കായി വരും. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടി ബീറ്റ് ചെയ്തിട്ട് ചേർക്കാം. ഇതിനെ ഒന്ന് തിളച്ച് കുറുകി വരും. അപ്പോൾ വെണ്ടയ്ക്ക ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് കുക്കായി വരണം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. വെണ്ടയ്ക്ക ഒന്ന് കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള ഒരു 2-3 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ തൈര് ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുക. പുളി നോക്കിയിട്ട് മാത്രം തൈര് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക കറി. തേങ്ങ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറായി കഴിഞ്ഞു. ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് ഏതിൻ്റെ കൂടെ കഴിച്ചിട്ടാണ് ഇഷ്ടമായതെന്നൊന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.